കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികാസത്തിന് ഏറ്റവും കൂടുതൽ സഹായകമാകുന്നതായിരുന്നു കിഫ്ബിയുടെ പദ്ധതികൾ. വിവിധ സ്കൂളുകൾക്കായി കോടിക്കണക്കിന് രൂപയാണ് നൽകിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കാസർഗോഡ് തളങ്കര മുസ്ലിം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വികസനം. 5 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ മാത്രം നടന്നത്. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുഖച്ഛായ മാറ്റാൻ കിഫ്ബി പദ്ധതിയിലൂടെ സാധിച്ചു. നിരവധി സ്കൂളുകളുടെ പശ്ചാത്തല വികസനത്തിന് സഹായിക്കുന്നതായിരുന്നു കിഫ്ബിയുടെ ഫണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാസർഗോഡ് മണ്ഡലത്തിലെ തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. 1944 ആരംഭിച്ച സ്കൂളിൽ കാലോചിതമായി മാറ്റങ്ങൾ വരുത്തിയെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത വലിയ തിരിച്ചടിയായിരുന്നു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മേഖലയിലെ വിദ്യാർത്ഥികളിൽ ഏറെയും ആശ്രയിക്കുന്നത് ഈ സ്കൂളിനെയാണ്. MLA NA നെല്ലിക്കുന്നിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ സ്കൂളിനായി അനുവദിച്ചത്. ഇതോടെ സ്കൂളിന്റെ മുഖച്ഛായ മാറി. സ്മാർട്ട് ക്ലാസ് റൂമുകളും അത്യാധുനിക സൗകര്യങ്ങളും സ്കൂളിനെ തേടിയെത്തി. 22 ക്ലാസ് മുറികളാണ് ഇവിടെ ഉള്ളത്. ഈ ഇന്റർലോക്കിംഗ് സൗകര്യം, കിണർ റീചാർജിങ്, നമ്മുടെ മെസ് ഹാള്, അതുപോലെ തന്നെ ഈ മാവിനുള്ള ഈ സൗകര്യം എന്നിവയൊക്കെ നമ്മുടെ MLA ഫണ്ടിൽ നിന്നുമാണ് ലഭിച്ചത്. ബഹുമാനപ്പെട്ട NA നെല്ലിക്കുന്ന് സാറിൻ്റെ കിഫ്ബി ഫണ്ടിൽ നിന്നുമാണ് നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത്. ചോർന്നൊലിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങൾ കണ്ടുമടുത്ത വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള വിശാലമായ ക്ലാസ് മുറികളും ലാബുകളും പ്രതീക്ഷ നൽകുന്നതായിരുന്നു. കെട്ടിടം തുറന്നു പ്രവർത്തിച്ചതോടെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായി. വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നല്ല വർധനവുണ്ട്. ഇപ്പം GMVHSS കാസർഗോഡ് ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമായി മാറിയത് ഈ ബിൽഡിങ്ങിൻ്റെ സൗകര്യം കൊണ്ടാണ്. പണ്ടെന്ന് പറഞ്ഞാൽ അധ്യാപകർ തന്നെ വരാൻ മടിക്കുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ ഇപ്പോൾ അധ്യാപകരെല്ലാവരും തന്നെ നമ്മുടെ ഈ ബിൽഡിങ്ങും അതുപോലെ തന്നെ രക്ഷിതാക്കൾ അവരുടെ കുട്ടികളെ കണ്ടുകൊണ്ട് കുട്ടികൾക്ക് ഈ സൗകര്യങ്ങൾ കണ്ടുകൊണ്ട് കുട്ടികളെയും ഈ സ്കൂളിൽ ചേർക്കുന്നുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾക്ക് 1 കോടി മുതൽ 5 കോടി രൂപ വരെ കിഫ്ബിയിലൂടെ അനുവദിപ്പിച്ചതും അതിന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയതും MLAയുടെ മേൽനോട്ടത്തിലായിരുന്നു. ക്ലാസ് മുറികൾക്കപ്പുറം ലാബുകൾ, വിശാലമായ ഡൈനിങ് റൂം, ലൈബ്രറി, മുറ്റത്തെ ഇന്റർലോക്കിംഗ്, തണൽ മരങ്ങൾക്ക് ഭിത്തി നിർമ്മിച്ച് സംരക്ഷണമൊരുക്കൽ എന്നിവയും കിഫ്ബിയിലൂടെ പൂർത്തിയാക്കി. ഓരാളുങ്കലാണ് മനോഹരമായ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചത്. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ആകർഷിക്കുന്ന കെട്ടിടവും സ്കൂളും ഇപ്പോൾ കാസർകോട്ടെ മറ്റ് സ്കൂളുകൾക്ക് മാതൃകയാണ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.